ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയൽ സീസൺ 2 ഇട്ടിരുന്ന വീഡിയോയുടെ ബാലൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. വിക്രം അറിയുന്നില്ല വിക്രം പോകുന്നത് തൻ്റെ മകളുടെ ബോഡി ഗാർഡായിട്ടാണെന്ന്. വിധി വിക്രമിൻ്റെ മകളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. അപ്പോൾ വേദയും അറിയുന്നില്ല വിക്രമാണ് തൻ്റെ മകൾക്ക് ബോഡി ഗാർഡായിട്ട് വരുന്നതെന്ന്. സുധാകരൻ മാഷും വിക്രവും വേറെ വീട്ടിലേക്ക് താമസം മാറും. അത് ഒരച്ഛനും മകളും മാത്രം താമസിക്കുന്ന ഒരു വീടാണ്. ആ വീടിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് വിക്രമും അച്ഛനും വാടകയ്ക്ക് താമസിക്കുന്നത്. വീട്ടുടമസ്ഥൻ സുധാകരൻ മാഷിനെ പോലൊരാളാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ മകളും. അതുകൊണ്ട് ആ വീട്ടുടമസ്ഥൻ സുധാകരൻ മാഷിന് നല്ല കൂട്ടാണ്. അവരിപ്പോൾ നല്ല ഫ്രണ്ട്സായി. DYSP തരുൺ അയ്യരുടെയും സബ് കളക്ടറുടെയും മകളെയാണ് വിക്രമിനി നോക്കേണ്ടതെന്ന് മാത്രമേ വിക്രമിനറിയുള്ളൂ. അത് തൻ്റെ കുഞ്ഞാണെന്നോ വേദ പ്രസവിച്ച കുഞ്ഞാണെന്നോ അറിയാതെ വിധി അവരുടെ മുമ്പിൽ എത്തിക്കുകയാണ് വിക്രമിനെ. തരുണയ്യർ ഗൗരിയോട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും വീക്കെൻഡിൽ വരാം, അപ്പോൾ മോളെ നോക്കാൻ വേണ്ടി ഒരു ബോഡി ഗാർഡിനെ ഏർപ്പാടാക്കുന്നുണ്ടെന്ന് പറയും. ഗൗരിക്ക് ഇഷ്ടമല്ല. ഗൗരി പറയും, നിങ്ങൾ രണ്ടുപേരും മതി, എന്നെ ഇനി നോക്കാൻ ആരും വേണ്ട. തരുണും വേദയും ഗൗരിയെ ആശ്വസിപ്പിക്കും. എന്ന് വേദ പറയും, ഞാൻ ഒരു ദിവസം കൂടെ ലീവ് എടുക്കാം, എന്നിട്ട് മോളെ കൊണ്ടുപോയി സ്കൂളിൽ നിന്ന് അഡ്മിഷൻ എടുക്കുകയും എന്നിട്ട് അടുത്ത ദിവസം മോളെ അമ്മ കൊണ്ടുവരികയും ചെയ്യാമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ട് മോള് സ്കൂൾ ബസ്സിന് പോകണമെന്ന് പറയും. ആയിക്കോട്ടെന്ന് പറയും. അവസാനം സമ്മതിക്കും. അങ്ങനെ സ്കൂളിൽ അപ്പോൾ പറയും, ഞങ്ങൾ താമസിയാതെ തന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫറായി വരും. അപ്പോൾ അതിനു മുമ്പേ മോൾ ഇവിടെ സ്കൂളിലായി കഴിയുമ്പോൾ മോൾക്ക് ഇവിടെ കുറേ ഫ്രണ്ട്സും ആകും. ഇപ്പോഴാണെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. പിന്നീട് ഞങ്ങൾ ട്രാൻസ്ഫറായി വരുമ്പോഴത്തേക്ക് മോൾക്ക് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മോള് അച്ഛമ്മയുടെ കൂടെ ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കും. ഒരു ദിവസം ക്ലാസ്സിൽ പോയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ വേദ സ്കൂളിലേക്ക് വിളിപ്പിക്കുക മിസ്സുമാർ. എന്നിട്ട് പറയും, ഗൗരി എന്ന് പറയുന്നത് ഒരു ദിവസമേ വന്നുള്ളെങ്കിലും ഗൗരി ഇന്നലെ ഇവിടെ കാണിച്ചു കൂട്ടി എന്തൊക്കെയാണെന്നറിയാവോ? 2 പയ്യന്മാരെ അടിച്ച് ലെവലാക്കി. ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ അടിക്കുമോ? അതോ ഇനി അച്ഛൻ്റെ പ്രൊഫഷൻ പോലീസ് ആയതുകൊണ്ട് അച്ഛനെ പറ്റിയുള്ള വീരകൃത്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് വളരുന്നതുകൊണ്ടാണോ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ വേദയാണെങ്കിൽ ഒരു ഗേളിൻ്റെ കയ്യിൽ നിന്ന് പെൻസിൽ തട്ടിപ്പറിച്ചിട്ട് ബോയ്സ് 2 പേര് പോയപ്പം അവരെ പിടിച്ചിട്ട് അടിച്ച് ശരിയാക്കി. ഇത് പിന്നെ പേരൻസ് അറിഞ്ഞു കഴിയുമ്പോൾ, പിള്ളേർ തമ്മിലുള്ള പ്രശ്നം പിന്നെ പേരൻസ് അറിഞ്ഞു കഴിയുമ്പോൾ അത് വലിയവരുടെ പ്രശ്നങ്ങളായി മാറും. അവർ തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു വഴക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, കൺട്രോൾ ചെയ്യണം എന്നൊക്കെ വേദയോട് പറയും. അപ്പോൾ വേദയാണെങ്കിൽ ഇത് പറയുമ്പോൾ തന്നെ വേദയാണെങ്കിൽ വിക്രമിനെ ഓർക്കും. എല്ലാ കാലത്തും നേരിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വിക്രമിനെ ഓർക്കും. വേദയെ ഏതോ ഒരു ഗുണ്ട ആക്രമിച്ചപ്പോൾ വേദയും കൂട്ടി ആ ഗുണ്ടയുടെ ഗോഡൗണിൽ ചെന്നിട്ട് ആ ഗുണ്ടയെ അവിടെ ഇട്ട് അടിച്ച സീൻ വേദ ഇങ്ങനെ അവിടെ ഇരുന്ന് ഓർക്കും. അപ്പോൾ മിസ്സി ചോദിക്കും, മാഡം എന്താ ചിന്തിക്കുന്നത്? അപ്പോൾ പറയും, മോളുടെ അച്ഛനും ഇതുപോലെയാണ്. സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടും, അനീതിക്കെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അത് ഞാൻ ഓർത്തു പോയതാണെന്ന് പറയും. വിക്രമിനെ പോലെ തന്നെ ആരെ അടിച്ചു എന്നുള്ളതും എന്തായിരുന്നു കാരണമെന്നുള്ളതും വ്യക്തമാക്കി. എന്നിട്ട് പറഞ്ഞ്, ഇവിടെ ഇപ്പം ഞങ്ങൾ 2 കൂട്ടരും തെറ്റുകാരാണ്. അവനങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ അവരെ അടിച്ചത് എന്ന്. പിന്നെ സ്കൂളിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോൾ അവൾ വേദയോട് ചോദിക്കും, അമ്മ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമോയെന്ന്. അന്നേരം പറയും, ഇല്ല മോളെ പറഞ്ഞു വിടത്തൊന്നുമില്ല, അങ്ങനെ കുട്ടികളെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പിറ്റേന്ന് തരുണിന് വേദയ്ക്കും പോകണം. അപ്പം പിന്നെ അടുത്ത ദിവസം മുതൽ വിക്രം ആണ് ഗൗരിയെ നോക്കാൻ ചെല്ലുന്നത്. അപ്പോൾ വിക്രമിനോട് സുധാകരൻ മാഷ് പറയും, നീ ഇപ്പം ഒരു കൊച്ചുകുട്ടിയെ നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അതുകൊണ്ട് നിൻ്റെ ദേഷ്യയൊക്കെ എടുത്ത് നീ നല്ല വൃത്തിയായിട്ട് തലമുടിയൊക്കെ വെട്ടി ഒതുക്കി നല്ല ഒരാളായിട്ട് വേണം പോകാനെന്ന് പറയും. വിക്രം ആണെങ്കിൽ അവിടുത്തെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് സുധാകരൻ മാഷിനോട് പറയുകയാണ്, അച്ഛാ ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, അച്ഛൻ സമയത്തെടുത്ത് കഴിച്ചോളാം, ഞാൻ വൈകിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം പോവുകയാണ്. വിക്രമിനെ ആൻഡ്രൂസ് പോലീസ് വിളിച്ചിട്ട് പറയും, വിക്രം നീ നിൻ്റെ പേരും ജയിലിൽ കിടന്ന കാര്യവും ഒന്നും പറയരുത് അവരോട്. അപ്പോൾ വിക്രം ചോദിക്കും, അതെന്താ സാറേ, ഞാനത് കള്ളം പറയണോ? അത് ഞാൻ പറഞ്ഞ് അന്നേരം എടാ ജയിലിൽ കിടന്നതാണെന്നോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മോളെ നോക്കട്ടതാ, അതുകൊണ്ട്
നിനക്കവിടെ ജോലി തരത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, നീ ഇപ്പോൾ പോയി നല്ലവനായിട്ടൊക്കെ അവിടെ നിൽക്കുക. നിന്ന് കഴിഞ്ഞ് കുറേ കഴിയുമ്പം പേരൊക്കെ ഒറിജിനൽ പറഞ്ഞാൽ മതി, ഇപ്പം നീ വേറെ പേര് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ ചോദിക്കും, എൻ്റെ പ്രൂഫ് എന്തെങ്കിലും ചോദിച്ചാലോ, എൻ്റെ പേരോ എൻ്റെ എന്തെങ്കിലും പ്രൂഫ് ചോദിച്ചാലോ, അന്നേരം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. നീ ഇപ്പം തൽക്കാലം പേരും ഒന്നും പറയണ്ട, നീ നേരത്തെ ജയിലിൽ കിടന്നതാണെന്ന് ഒന്നും പറയണ്ട എന്ന് പറയും. തരുണും സബ് കളക്ടറും പോയിട്ടില്ല, നീ ചെന്ന് നിന്നെ കണ്ടു കഴിഞ്ഞിട്ടേ അവർ രണ്ടുപേരും പോകത്തുള്ളൂ. അതുകൊണ്ട് നീ എളുപ്പം ചെല്ലെന്ന് പറയും. ഇപ്പോഴാണെങ്കിൽ ഇവിടെ വേദയാണെങ്കിൽ പോകാനുള്ള എല്ലാം റെഡിയായി കൊണ്ടിരിക്കുകയാണ്. അതേക്കൊരു കോള് വരും, അർജൻറ്റായിട്ട് ഓഫീസിൽ ചെല്ലണം, പെട്ടെന്ന് തന്നെ ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ വേദയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായിട്ട് വേദ അങ്ങ് പോകും. അതുകൊണ്ട് പരസ്പരം കാണാൻ പറ്റില്ല. എന്നെ നോക്കാൻ വരുന്നത് ബോഡി ഗാർഡല്ല, ചമ്പുകനാണ് എന്ന് പറയും. അപ്പം തരുണി ചോദിക്കും, ആരാ ചമ്പുകൻ? അതെ, അച്ഛൻ കാർട്ടൂണൊക്കെ കാണണം, എന്നാലേ ചമ്പുകൻ ആരാന്ന് അറിയത്തുള്ളൂ എന്ന് പറയും. വേദയാണെങ്കിൽ വിക്രമാദിത്യൻ്റെയും വേതാളത്തിൻ്റെയും കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മോളോട്. ഫസ്റ്റ് ദിവസം തന്നെ സ്കൂളിൽ കൊണ്ടുവിടും. സ്കൂൾ ബസ്സിന് പോകും, അതിന് എസ്കോർട്ടായിട്ട് ഇവനും വിക്രമം പോകും സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ തരുണിൻ്റെ അമ്മയാണെങ്കിൽ പാല് കൊണ്ട് കൊടുക്കും കുടിക്കാൻ. ഗൗരി പറയും, എനിക്ക് പാല് വേണ്ട. അന്നേരം തരുണിൻ്റെ അമ്മ പറയും, ഞാനിപ്പം ചമ്പുകനെ വിളിക്കും, ചമ്പുകനെ വന്നാണെങ്കിൽ നിന്നെ പാല് കുടിച്ചില്ലെങ്കിൽ പിച്ചി പറിക്കും. അപ്പോൾ ഗൗരി അങ്ങ് പേടിക്കും, പിച്ചി പറിക്കുമോ എന്ന് ചോദിക്കും. എന്നാൽ ഞാൻ ഇപ്പോൾ പാല് കുടിക്കാമെന്ന് പറയും. അപ്പോഴാണെങ്കിൽ വേദ തരുണിൻ്റെ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കും. അപ്പോൾ വേദയോട് സംസാരിക്കും. വേദയോട് പറയും, അച്ഛമ്മ പറഞ്ഞ് ഞാൻ പാല് കുടിച്ചില്ലെങ്കിൽ ചമ്പുവൻ എന്നെ പിച്ച് പറിക്കുമെന്ന്. അമ്മയൊന്ന് പറ, എന്നെ പിച്ചരുതെന്ന് എന്ന് പറയും. അപ്പോൾ പറയും, ഫോൺ കൊടുക്ക്, ഞാൻ പറയാമെന്ന് പറയും. അങ്ങനെ വിക്രം വെളിയിൽ നിൽക്കുകയായിരുന്നു. അതിന് ഫോൺ കൊടുക്കാൻ വിക്രത്തിൻ്റെ അരികെ ചെല്ലുമ്പോൾ വേദയുടെ ഓഫീസിൽ ഒരു സ്റ്റാഫ് വന്ന് പറയും, മാഡം മന്ത്രി വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് വേദയാണെങ്കിൽ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. ഈ അവസരത്തിൽ വിക്രമിനോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വിക്രം അവിടെ വരുന്നത് തന്നെ പേര് മാറ്റി വിശ്വനാഥൻ എന്ന പേരിലാണ് വിക്രം ജോലിക്ക് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസുമായി വരാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.